ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കല്യാണിയും കാദംബരിയും കാർത്തികയും കൂടി സ്വന്തം അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കാണാൻ വന്നിരിക്കുകയാണ് രാവിലെ തന്നെ. അപ്പോൾ ആ സമയത്ത് പ്രകാശൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ മക്കളെ കണ്ട് പതുക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് ആ കമ്പിയിൽ അങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മക്കൾ പറയുന്നുണ്ട്, മക്കളോടായിട്ട് പ്രകാശൻ പറയണം, മക്കൾ എന്തായാലും വന്നല്ലോ, എന്തായാലും കോടതിയിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് മക്കളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു, അതെന്തായാലും നടന്നല്ലോ എന്ന് പറയുകയാണ്. അതെ, മക്കൾ വരണ്ട കേട്ടോ, കോടതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കരയും, നിങ്ങൾ കരയണ കണ്ട ഞാനും കരയും, അതുകൊണ്ട് അങ്ങോട്ടൊന്നും വരണ്ട കേട്ടോ എന്നിങ്ങനെ പ്രകാശം പറയാണ്. ഇല്ല അച്ഛാ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾ ഇവിടെ അച്ഛനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കാണണമെന്ന് തോന്നി, ഞങ്ങൾ അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്, ഞങ്ങൾ എന്തായാലും കോടതിയിലോട്ട് ഇല്ല അച്ഛാ എന്ന് പറയാണ്. അതെന്തായാലും നന്നായി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പ്രകാശം പറയാണ്, അല്ല ഇവള് കല്യാണി പറയുന്നുണ്ട്, നവീൻ വക്കീലെ വെച്ചിട്ടുണ്ട്, കിരണേട്ടൻ എന്തായാലും കോടതിയിലോട്ട് വരും എന്ന് പറയുന്ന സമയത്ത് വക്കീൽ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. ജാമ്യം കിട്ടുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് കല്യാണി കരയുകയാണ്. അപ്പം ആ സമയത്ത് എനിക്കറിയാം മോളെ, എനിക്കറിയാം കാര്യങ്ങൾ, എന്തായാലും ഇവിടുത്തെ CI നല്ല ആളാണ്, എനിക്ക് നല്ല ഭക്ഷണവും അതുപോലെ തന്നെ നല്ല പെരുമാറ്റമൊക്കെ തന്നെയായിരുന്നു എന്നോടുണ്ടായിരുന്നത്, എന്നോടും എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ഞാൻ എല്ലാം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് പറഞ്ഞത്, എന്തായാലും മക്കൾ വിഷമിക്കേണ്ട, മക്കൾ പൊക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛൻ അവിടെ കൂട്ടായിട്ട് മനോഹറുണ്ട് എന്ന് പറയുമ്പോൾ, അതെ എനിക്ക് അവിടെ കൂട്ടായിട്ട് മനോഹറുണ്ട്, അതൊരു ഭാഗ്യമാണ്, വീണ്ടും പറഞ്ഞൊക്കെ ഇരിക്കാലോ. പിന്നെ ഈ പറയുന്ന ഒരു കൊലപാതകം എന്ന് പറഞ്ഞത്, അത് നിങ്ങൾ പറയുന്ന പോലെ സാഹചര്യ തെളിവ് എന്തായാലും അത് കൊലപാതകം തന്നെയാണ്, അതിന് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. പിന്നെ ഈ പറയുന്ന ഗംഗപ്രസാദിനെ കൊന്നത് കിരണക്കയാണെന്ന് സംശയിച്ചിട്ട് ഈ CI തന്നെ കിരണക്ക് അറസ്റ്റ് ചെയ്തത് ഓർമ്മയില്ലേ, എന്നിട്ട് അവസാനം അത് എന്താ സംഭവിച്ചത്, അത് കൊന്നത് മനോഹറാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ഇപ്പം മനോഹർ അതുകൊണ്ടാണ് ഇപ്പം ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ എന്ത് സാഹചര്യ തെളിവായാലും എന്ത് പ്രശ്നമായാലും അത് കൊലപാതകം തന്നെയാണ്. അപ്പം അച്ഛൻ വേറെ സാക്ഷികളൊന്നുമില്ലല്ലോ, തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞൂടെ എന്നിങ്ങനെ കാദംബരിയും ചോദിക്കുന്നുണ്ട്. അപ്പം ഇല്ല മക്കളെ, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല, കാരണം എൻ്റെ മകനെ വളർത്തി വഷളാക്കിയത് ഞാൻ തന്നെയാണ്, അങ്ങനെ ഒരു മകനെ ജീവൻ എടുത്തതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ, അത് നാലാൾ അറിയുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ, അതുകൊണ്ട് ഞാൻ ആരോടും പറയില്ല, ഞാൻ ഉള്ള കാര്യം തന്നെ എല്ലാവരോടും പറയുകയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് കാദംബരി പറയുകയാണ്, നമ്മുടെ കാർത്തിക പറയാണ്, അതേ അച്ഛ, എല്ലാ ന്യൂസിലും എല്ലാ പത്രത്തിലും അച്ഛനെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് വന്നിട്ടുള്ളത്, പക്ഷേ സാധാരണ ഒരു അച്ഛൻ മകനെ കൊന്നു കഴിഞ്ഞാലും അതിന് അച്ഛനെതിരായിട്ടായിരിക്കും ആ മാധ്യമങ്ങൾ അമ്പെഴുതുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്, അച്ഛൻ്റെ എല്ലാ കഥകളും മനസ്സിലാക്കി അവൻ്റെ ചെറുപ്പകാലം മുതലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പത്രത്തിലും എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛനെ ആരും ഒരു കുറ്റവും പെടുത്തുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ജഡ്ജി വായിച്ചു കാണുമല്ലോ, അവനെ പറ്റിയുള്ള കാര്യങ്ങൾ, അപ്പം അതുകൊണ്ട് അച്ഛന് ജയിൽ ശിക്ഷ കുറവ് കിട്ടും. പിന്നെ അകത്തോട്ട് പോയി കഴിഞ്ഞാലും അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛനെ എന്തായാലും പുറത്തു കൊണ്ടുവരാം എന്ന് പറയുകയാണ്. അത് മതി മക്കളെ, അത് മതി, എന്തായാലും ഞാൻ അകത്തോട്ട് പോയി കഴിഞ്ഞാലും പരോള് കിട്ടുമല്ലോ അച്ഛന്, അപ്പം പിന്നെ അച്ഛനും വരാം, മക്കളായിട്ട് സുഖമായിട്ട് ജീവിക്കാം, അതൊക്കെ മതി, മക്കൾ പൊക്കോ, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തുകയാണ്. അങ്ങനെ അവരവിടെ മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പൊക്കോ, വീട്ടിലോട്ട് പൊക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ കാർത്തികയും കല്യാണിയൊക്കെ മാറി നിന്നതിന് ശേഷം അവരിങ്ങനെ പരസ്പരം ചോദിക്കുന്നുണ്ട്, എന്താണ് വേണ്ടത്, പോകണോ നമുക്കെന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, പോകണ്ടമോ, അച്ഛൻ പോയിട്ട് അച്ഛനെ കൊണ്ടുപോകണ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. അത് മതി എന്ന് കാദംബരിയും മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവിടെ CI മാർട്ടിൻ വരികയാണ്, ഒരു പോലീസ് സ്റ്റേഷൻ്റെ ആ വരാന്തയിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ CI മാർട്ടിൻ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എത്തിയോ, മക്കൾ എത്തിയോ എന്ന് ചോദിക്കണം. അപ്പോൾ അതേ എന്ന് പറയണം. എന്തായാലും അച്ഛനെന്തായാലും ജാമ്യം കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലും ഉറപ്പില്ല, ആളിപ്പം തന്നെ കൊണ്ടുപോകുമെന്ന് പറയുകയാണ്. ഇന്നലെ അയാളുമായിട്ട് സംസാരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി എനിക്ക് മനസ്സിലായി, എന്തൊക്കെയാണ് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നാലും ഒരു അസുരനെ വളർത്തിയെടുത്തവനെ തന്നെ ആ കൈകൊണ്ട് തന്നെ അവനെ കൊന്നല്ലോ, അത് ഒരിക്കലും ഒരു പോലീസ് പറയാൻ പാടില്ലാത്ത കാര്യമാണ്, എന്നാലും പറഞ്ഞു പോകുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അയാൾ നേരെ പോകുന്നുണ്ട്. CI നേരെ പ്രകാശിൻ്റെ അരിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് സെല്ല് തുറന്നു കൊടുക്കുന്നുണ്ട് കോൺസ്റ്റബിൾ. അങ്ങനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരികയാണ്. അങ്ങനെ ആ സമയത്ത് പെൺമക്കൾ അവിടെ നിൽക്കണതാണ്. മക്കൾ പോയില്ലേ, എന്താ അവിടെ നിൽക്കണേ, പൊക്കോ എന്നിങ്ങനെ പറയുകയാണ് പ്രകാശൻ. അച്ഛൻ പോയിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് 3 പെൺമക്കളും.
അങ്ങനെ അതിന് ശേഷം പറയുന്നൊരു മക്കൾ പേടിക്കേണ്ട, ഞാൻ എന്തായാലും വരും, മക്കൾക്കൊപ്പം സുഖമായിട്ട് ജീവിക്കണം എനിക്ക്. അവൻ ഒരുത്തൻ കാരണമാണ് എൻ്റെ മക്കളുടെ ഒപ്പം ഉള്ള ഇപ്പോൾ ഈ ഒരു ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടത്. എന്തായാലും നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ, നിങ്ങൾ ഇനി ആരും ഒരു ഉപദ്രവത്തിനും വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഈ പറയുന്ന 3 പേരും അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. അച്ഛൻ മാറ്റി നിർത്തിയിട്ട് പോയിട്ട് വരാം മക്കളെ എന്ന് പറഞ്ഞിട്ട് നേരെ പോലീസ് ജീപ്പിൽ കയറുകയും അവർക്ക് ടാറ്റ പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സരയുവിനെയാണ് കാണിക്കുന്നത്. സരയു അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് താര വരികയാണ്. അപ്പോൾ ആ സമയത്ത് സരയെ പറയുന്നുണ്ട്, കൊന്നു, അയാൾ കൊന്നു, വിക്രത്തിൻ്റെ അച്ഛൻ തന്നെ കൊന്നു എന്നിങ്ങനെ പറയുകയാണ്. എനിക്കിനി ആരുമില്ല സഹായത്തിനായിട്ട്, അവളെ കൊല്ലാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണം അവളെ ഇല്ലാതാക്കാൻ വേണ്ടി. അത് ഉറപ്പായിട്ട് ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും. അവൾക്കിപ്പോൾ കുത്തേറ്റിട്ട് വീട്ടിൽ റെസ്റ്റ് അല്ലേ, അതൊക്കെ മാറിയതിന് ശേഷം അവൾ എന്തായാലും കമ്പനിയിലോട്ട് വരുമല്ലോ, അവിടെ വെച്ച് ഞാൻ അവളെ തീർക്കും. പിന്നെ ഞാൻ തീർക്കുന്നത് ആരും അറിയില്ല, അത് അങ്ങനെയേ ഞാൻ ചെയ്യുള്ളൂ. കാരണം ഞാനാണ് അതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കിരൺ എന്നോട് ദേഷ്യമാകും. ഒരിക്കലും കിരണിനെ പിന്നെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടില്ല. പിന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയരുത്. നിങ്ങൾ മനസ്സിൽ വിങ്ങൽ കൂടിയിട്ട് അത് മെസ്സേജായിട്ട് ഒരാളുടെ ഫോണിലേക്കും പോകരുത്, അറിയാലോ എന്നെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതെ, നിങ്ങൾ എന്നെ പറയാറുള്ളതല്ലേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മരുമകനെ, അതായത് കിരണിനെ നിങ്ങൾ മരുമകനായി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. പിന്നെ ഇടക്കിടക്ക് പറയുമല്ലോ, കല്യാണിയുടെ ഭാഗ്യമാണ് കിരൺ എന്ന് പറയുന്നത്. എന്തേ, എനിക്ക് ആ ഭാഗ്യം കിട്ടിയാൽ പറ്റില്ലേ? എൻ്റെ ജീവിതത്തിൽ വന്ന് കയറിയവനാണ് ആ മനോഹർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവനെ കൊന്ന് ഞാൻ ഭ്രാന്താശുപത്രിയിൽ പോയത്. അവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം അവൻ ജയിലിലോട്ട് പോവുകയും ചെയ്തല്ലോ. എന്തായാലും അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പിന്നീട് തോന്നിയതാണ്, ഇത് മനോഹർ കുറ്റവാളി തന്നെയാണ്. പക്ഷേ ഈ കല്യാണി എന്ന് പറയുന്നവൾ ഞങ്ങൾക്കിടയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെ ആവുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വന്നതിനെ അങ്ങോട്ട് പറഞ്ഞയക്കണം. അപ്പോൾ നമ്മുടെ താര പറയുന്നുണ്ട്, കല്യാണം ഇല്ലാതെ കിരണ് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് ഒരിക്കലും ഇല്ല, അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. അവനങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും നിങ്ങളടക്കം കൂടെയുള്ള ചുറ്റും നിൽക്കുന്നവരെല്ലാവരും കിരണോട് പറയും മറ്റൊരു ജീവിതം കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാകും. എൻ്റെ കുഞ്ഞിനും അവൻ്റെ കുഞ്ഞിനും ഒരു അമ്മ വേണം. അതുകൊണ്ട് സാഹചര്യം വരുമ്പോൾ ഞാൻ എന്തായാലും അവൻ്റെ മനസ്സിലേക്ക് സ്നേഹമായി പടർന്നു ചെല്ലും, അത് ഉറപ്പാണ്. അവൻ്റെ വീക്ക്നെസ് എന്താണെന്ന് എനിക്കറിയാം, സ്നേഹം. അത് ഉറപ്പായിട്ടും ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവൻ എന്നെ പിന്നെ വിവാഹം കഴിക്കും. കല്യാണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവൻ്റെ മനസ്സിൽ നിന്ന് പോകും എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും നടക്കാത്ത ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ സരയു പറയുന്ന സമയത്തും നമ്മുടെ താര ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അല്ല, നിങ്ങൾ എപ്പോഴെപ്പോഴും എന്നോട് ചോദിക്കാറുണ്ടല്ലോ ചായ വേണോ എന്ന്, ഇന്നെന്തേ ചോദിക്കുന്നില്ലേ? പോയി ഒരു ചായ എടുത്തുകൊണ്ട് വായോ എന്ന് പറയുകയാണ്. ആ ഒരു ചൂടുള്ള ചായ എൻ്റെ തല ഒന്ന് ചൂടാക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചായ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ജയിലാണ് കാണിക്കുന്നത്. ജയിലിൽ മനോഹർ അങ്ങനെ പണിയായുധവുമായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ജയിൽ വാർഡൻ പറയുന്നുണ്ട്, എടാ നിനക്കൊരു കൂട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ സമയത്ത് പ്രകാശൻ അവിടേക്ക് വരികയാണ്. അപ്പോൾ പ്രകാശൻ വന്ന് മനോഹറിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, അവനെ ഇവിടെ ഇട്ട് കൊല്ലണമെന്നായിരുന്നു, എനിക്ക് കൊല്ലണമെന്നായിരുന്നു അവനെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അത് ഞാനത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഇവിടുത്തെ ശല്യം ഒഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ജയിൽ വാർഡനും പറഞ്ഞിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും പ്രകാശന് നല്ലൊരു കൂട്ടും നല്ലൊരു സ്നേഹവും നമ്മുടെ മനോഹർ നൽകുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.